ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ ചോദ്യം, ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന മലയാളി. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന മലയാളി സി കൃഷ്ണൻ നായർ. ചാലൂക്യന്മാരുടെ ആസ്ഥാനം. ചാലൂക്യന്മാരുടെ ആസ്ഥാനം വാതാപി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ദിവാൻ പി രാജഗോപാലാചാര്യൻ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിലൂടെ ഒഴുകുന്ന നദി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബ് നദി. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം. ഗാന്ധിജി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1924 ബെൽഗാം സമ്മേളനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം ഏത്? കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം ഏത്? മാമ്പള്ളി ശാസനം. അയ്യങ്കാളി ജനിച്ചത് എന്ന്? അയ്യങ്കാളി ജനിച്ചത് എന്ന്? 1863 ഓഗസ്റ്റ് 28. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ. ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡന്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത്? ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡന്റായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ഏത്? 1897. അയേൺ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയേൺ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. കുട്ടിമാളു അമ്മയെ പാർപ്പിച്ചിരുന്ന ജയിൽ. കുട്ടിമാളു അമ്മയെ പാർപ്പിച്ചിരുന്ന ജയിൽ പ്രസിഡൻസി ജയിൽ, അമരാവതി. അക്കാമ ചെറിയാൻ്റെ ജന്മസ്ഥലം. അക്കമ ചെറിയാൻ്റെ ജന്മസ്ഥലം കാഞ്ഞിരപ്പിള്ളി. 1114 കഥ എന്ന കൃതി രചിച്ചത്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കാമ ചെറിയാൻ. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീൻ. ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിനു മുമ്പ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക. ഇത് ആരുടെ വാക്കുകളാണ്? ഞാനാണ് നേതാവ്, മറ്റുള്ളവരെ കൊല്ലുന്നതിനു മുമ്പ് നിങ്ങൾ എന്നെ ആദ്യം വെടിവെക്കുക. ഇത് ആരുടെ വാക്കുകളാണ്? അക്കാമ ചെറിയാൻ. 1938 രാജധാനി മാർച്ച് നയിച്ചത് ആര്? 1938 രാജധാനി മാർച്ച് നയിച്ചത് ആര്? അക്കാമ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആര്? ആർ പാർവതി ദേവി. ആദ്യ വയലാർ അവാർഡ് ജേതാവ്? ആദ്യ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ? ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ അഗ്നിസാക്ഷി. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത? യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത പാർവതി നെന്മിനി മംഗലം. അവശിഷ്ടാധികാരം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? അവശിഷ്ടാധികാരം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ്? കാനഡ. ഇക്കൂട്ടത്തിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏത്?
എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏത്? ബ്രിട്ടൻ. പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിപാദിക്കുന്ന രാജ്യങ്ങളിൽ പെടാത്തത്? പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രതിപാദിക്കുന്ന രാജ്യങ്ങളിൽ പെടാത്തത് മ്യാൻമാർ. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി അംഗീകരിച്ചിട്ടുള്ള മതങ്ങളിൽ പെടാത്തത്? ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളായി അംഗീകരിച്ചിട്ടുള്ള മതങ്ങളിൽ പെടാത്തത് ഹിന്ദുമതം. CAG രാജിക്കത്ത് നൽകുന്നത് ആർക്ക്? CAG രാജിക്കത്ത് നൽകുന്നത് ആർക്ക്? രാഷ്ട്രപതി. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത്? പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ലോകത്തെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം? ലോകത്തെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം ഉത്തര കൊറിയ. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഏത്? ഇതാണെൻ്റെ പേര്. കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആര്? കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആര്? N. കൃഷ്ണപിള്ള. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്? രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി C. അച്യുതമേനോൻ. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി? കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കർ. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തി? കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ വ്യക്തി പട്ടം താണുപിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരള മുഖ്യമന്ത്രി? 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? കേരള മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി A.K. ആന്റണി. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം? കേരളത്തിലെ ആദ്യ നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം 6. സിനിമാ രംഗത്തു നിന്നുള്ള കേരളത്തിലെ ആദ്യ മന്ത്രി? സിനിമാ രംഗത്തു നിന്നുള്ള കേരളത്തിലെ ആദ്യ മന്ത്രി KB ഗണേഷ് കുമാർ. കേരള ഗവർണർ ആയിട്ടുള്ള ഏക മലയാളി? കേരള ഗവർണർ ആയിട്ടുള്ള ഏക മലയാളി V. വിശ്വനാഥൻ. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി? പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ മുഖ്യമന്ത്രി R. ശങ്കർ. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ മന്ത്രി? അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ആദ്യ മന്ത്രി ഡോക്ടർ A.R. മേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. രാംദാസ്പൂരിൻ്റെ പുതിയ പേര്? രാംദാസ്പൂരിൻ്റെ പുതിയ പേര് അമൃത്യസർ. മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ്. ഒരു ദിവസത്തെ 24 മണിക്കൂറുകളാക്കി വിഭജിച്ച സംസ്കാരം? ഒരു ദിവസത്തെ 24 മണിക്കൂറുകളാക്കി വിഭജിച്ച സംസ്കാരം മെസോപ്പൊട്ടാമിയൻ സംസ്കാരം. ഹോട്ട്മെയിലിൻ്റെ പിതാവ്? ഹോട്ട്മെയിലിൻ്റെ പിതാവ് സബീർ ഭാട്ടിയ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരിയായ ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം? സമുദ്രനിരപ്പിൽ നിന്നുള്ള ശരിയായ ഉയരം അളക്കുന്നതിനുള്ള ഉപകരണം
ഹൈബ്സ്ബോ മീറ്റർ. US വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി. US വൈസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി. നമ്പർ 1 ഒബ്സർവേറ്ററി സർക്കിൾ. കുമയൂൺ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? കുമയൂൺ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരാഖണ്ഡ്. ബുദ്ധചരിതം എന്ന കൃതി രചിച്ചത് ആരാണ്? ബുദ്ധചരിതം എന്ന കൃതി രചിച്ചത് ആരാണ്? അശ്വഘോഷൻ. പായലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. പായലിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം. ബ്രയോളജി.